0 to 100 in 2.6 seconds. അമേരിക്കൻ എഡിഷൻ കാറാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ കുറച്ച് ആയിട്ടുള്ള ഒരു കാറാണ്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ വണ്ടി ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിൽ മാത്രം. 6200cc എഞ്ചിൻ സൈസ്. ഇത് 8 സിലിണ്ടർ കാറാണ്. റണ്ണിങ്ങിൽ കൺവേർട്ടബിൾ ആണ്. അടി തട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലെവൽ കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി മുകളിലോട്ട് പോകും. അത് കാരണം നമുക്ക് അങ്ങനെ മേജർ ഗട്ടർ ഇമ്പാക്റ്റും ഹംപ് ഇമ്പാക്റ്റും വന്നിട്ടില്ല. Hi guys, welcome to another episode of ABCD. Yes, നമ്മള് ഇന്നൊരു എൻട്രി ലെവൽ സ്പോർട്സ് കാറിന്റെ ഒരു റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സ്റ്റിംഗറെ കോർവെറ്റിന്റെ C8ന്റെ Z51 എഡിഷൻ ആണ് വിത്ത് സ്പോർട്സ് പാക്കേജ്. ഇത് 8 സിലിണ്ടർ കാറാണ്. റണ്ണിങ്ങിൽ കൺവേർട്ടബിൾ ആണ്. 6200cc എഞ്ചിൻ സൈസ്. 0 to 100 in 2.6 seconds. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു മിഡ് എഞ്ചിൻ വണ്ടിയാണ്. വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. അമേരിക്കൻ എഡിഷൻ കാറാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ കുറച്ച് ആയിട്ടുള്ള ഒരു കാറാണ്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ വണ്ടി ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിൽ മാത്രം. ഈ മിഡിൽ എഞ്ചിൻ വണ്ടിയാണല്ലോ. സോ എന്തൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ആണ് മിഡിൽ എഞ്ചിൻ ആവുമ്പോൾ കിട്ടുന്നത്? ബേസിക്കലി സ്റ്റെബിലിറ്റിയിലും കേഴ്സും ടേൺസും എടുക്കുന്നതിലും എല്ലാം അതിനൊരു ഇമ്പാക്ട് ഉണ്ട്. മിഡിൽ എഞ്ചിൻ വളരെ കുറച്ച് ഉള്ളൊരു മോഡൽസ് ആണ് കൂടുതൽ സ്പോർട്സ് കാർസിന് വേണ്ടിയിട്ട്. വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് നോർമലി നമ്മുടെ ബാക്ക് എഞ്ചിനും ഫ്രണ്ട് എഞ്ചിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഫ്രണ്ടിലും ബാക്കിലുമാണ്. ഫ്രണ്ടിലും ബാക്കിലും ട്രങ്ക് ഉണ്ട്. ആക്ച്വലി ഷെവർലെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷെവർലെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഷെവർലയുടെ ലോഗോക്കാലം കൂടുതൽ അവർ കോർവെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഇത് സ്റ്റിംഗറെ എഡിഷന്റെ ആയതുകൊണ്ട് സ്റ്റിംഗറയുടെ ഒരു ലോഗോ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എന്താണ് ഈ ഒരു വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങൾ? സ്പീഡ് ആക്സലറേഷൻ വന്നിട്ട് 0 to 100 km in 2.6 seconds ആണ്. ടോപ്പ് സ്പീഡാണ് ചോദിക്കണമെങ്കിൽ ഞാൻ 308 കിലോമീറ്റർ പോയിട്ടുണ്ട്. പൊതുവെ പക്ഷേ ഈ കാർ എത്ര വരെ പോകാം? മേ ബി അതിലും കൂടുതൽ പോകായിരിക്കും. എനിക്കത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇതിന് കൺവേർട്ടബിൾ ആണ് ഈ ഒരു വണ്ടി. സോ എത്ര സ്പീഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് സേഫ്റ്റി റീസൺസ് കൊണ്ടാണ്. അപ്പൊ നമ്മള് കൺവേർട്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സാധനം എയറിന് ഓപ്പോസിറ്റ് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ് ടു 50 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് കൺവേർട്ടബിൾ ഓണും ഓഫും ചെയ്യാൻ പറ്റും. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് കൺവേർട്ടബിൾ ആക്കാനും തിരിച്ച് ക്ലോസ് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ആ 50 കിലോമീറ്റർ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആവത്തില്ല, സേഫ്റ്റി റീസൺസ് കാരണം. നമ്മുടെ C8ന്റെ ടോപ്പ് ഓഫ് ദ റേഞ്ച് എഡിഷൻ ആണ്.